എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമരം ചെയ്ത വൈദികരുമായി ഇന്ന് ചർച്ച നടക്കും. മെത്രോപൊളിറ്റൻ വികാരിയായി ചുമതലയേറ്റ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയാണ് ചർച്ച നടത്തുക. സമരം ചെയ്ത വൈദികർക്കെതിരെയുള്ള നടപടികൾ അവസാനിപ്പിക്കുക, ഭരണസമിതികൾ പുനഃസംഘടിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങളായി അൽമായ മുന്നേറ്റവും വൈദികരും മുന്നോട്ട് വയ്ക്കുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഡാനി, ഈ വൈദികരുമായുള്ള ഈ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു താൽക്കാലിക ആശ്വാസം മാത്രമേ അന്ന് സംഭവിച്ചിട്ടുള്ളൂ പാംപ്ലാനിയുമായുള്ള ചർച്ചയിൽ. എപ്പോൾ വേണമെങ്കിലും വീണ്ടും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു അസംതൃപ്തി അല്ലെങ്കിൽ സംഘർഷാവസ്ഥ അതിപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുക എന്നതാണ്. ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ടോ? ശ്രീജ പറഞ്ഞതുപോലെ ഇത് എപ്പോൾ വേണമെങ്കിലും അവിടെ ബഹളങ്ങൾ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയാണ് മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം. കാരണം അവിടെ ഒരു അസഹിഷ്ണുതയുടെ ഒരു മുനമ്പ് തന്നെയാണ്. ഏതു സമയവും വിഷയങ്ങൾ ഉണ്ടാകാമെന്നതാണ്. താൽക്കാലികമായി ഈ വിഷയങ്ങൾ അന്ന് അർദ്ധരാത്രിയിൽ നടത്തിയ ചർച്ചയിൽ മറ്റൊരു ദിവസത്തേക്ക് ചർച്ചയാകാമെന്നൊരു ധാരണയിലാണ് അന്നവിടെ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ചർച്ചയിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പിന്മാറ്റം ഉണ്ടാകുന്നത്. ഇന്നലെയാണ് ചർച്ച നടത്താൻ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുമായി തീരുമാനിച്ചിരുന്നെങ്കിലും ബിഷപ്പിൻ്റെ ഒരു അസൗകര്യം കണക്കിലെടുത്ത് അത് ഇന്നത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത തന്നെ ബിഷപ്പ് ഹൗസിലാണ് ഈ ചർച്ച നടക്കുന്നത്. കാരണം പാംപ്ലാനി ഇപ്പോൾ മെത്രാപ്പൊളിറ്റൻ വികാരിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. അപ്പോൾ അവിടെ വെച്ച് ചർച്ച നടത്തുന്നു എന്നതാണ്. 21 വൈദികർ സമരത്തിനുണ്ടായിരുന്ന അന്ന് പോലീസ് നടപടി നേരിട്ട വൈദികരോടാണ് സംസാരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അവർക്ക് പ്രധാനമായും ഉന്നയിക്കാവ് എന്ത് ആവശ്യത്തിനാണ്, എന്ത് കാരണങ്ങൾ കൊണ്ട് ഇവിടേക്ക് സമരവുമായി എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ വിശദീകരിക്കും. പോലീസ് നടപടിയിൽ അവർ നേരിട്ട വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും അവർ ഉന്നയിക്കുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ അതിരൂപതയുടെ ഭരണസമിതികളാണ്. ഭരണസമിതികൾക്കെതിരെ വലിയ വികാരമാണ് ഒരു വലിയ ബഹുഭൂരിപക്ഷം വൈദികർക്കും വലിയൊരു വിഭാഗം വിശ്വാസികൾക്കുമുള്ളത്. അത് ജോസഫ് പാംപ്ലാനിയെ ധരിപ്പിക്കുക എന്നതാണ്. അതിൽ പക്ഷേ അത്തരം കാര്യങ്ങൾ പുനഃസംഘാടനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് പിരിച്ചുവിട്ട മറ്റൊന്ന് രൂപീകരിക്കുക എന്നെല്ലാം പറയുന്നത് സിനഡിൽ നിക്ഷിപ്തമായ ഒരു ചുമതലകളും അവർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുമാണ്. നിലവിൽ ഇപ്പോൾ ഒരു ശീതകാല സിനഡ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അപ്പോൾ പിന്നെ ഒരു അടിയന്തര പ്രാധാന്യം ഉണ്ടെങ്കിൽ അത്തരം ഒരു പെർമനൻറ്റ് സിനഡ വിളിച്ചു ചേർത്തിട്ട് അതിലേക്കെല്ലാം തന്നെ പോകുന്നു. അത് കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾക്ക് മുന്നൊരുക്കങ്ങളും സമയവും എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലെന്തെല്ലാം കാര്യങ്ങൾ മെത്രാപ്പൊളിറ്റൻ വികാരിയുടെ ചുമതല മാത്രമുള്ള ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്ക് ചെയ്യാൻ കഴിയുമെന്നതാണ് ശ്രദ്ധേയം. അത്തരം കാര്യങ്ങൾക്ക് അദ്ദേഹം നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിയൂ, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. എങ്കിൽ കൂടിയും ജോസഫ് പാംപ്ലാനിയുടെ നേതൃത്വത്തിൽ നേരത്തെയും നടത്തിയ ചില സമവായ നീക്കങ്ങൾ തന്നെ ഇടക്കാലത്ത് ഉണ്ടായിരുന്ന വലിയ വിഷയങ്ങൾ കുറച്ചെങ്കിലും പരുവപ്പെടുത്താൻ, കുറച്ചെങ്കിലും ശാന്തതയിലേക്ക് കൊണ്ടുവരാൻ സഹായകരമായിട്ടുണ്ട്. അതുമാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ നിയമനം സഹർഷം ഇവിടെയുള്ള വൈദികരും വിശ്വാസികളും സമരം ചെയ്തവർ സ്വാഗതം ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷം അവിടെ അവർക്കിടയിലുണ്ട്. അത് എത്ര കണ്ട് ഈ ചർച്ചകളിലേക്ക് ഉതകുന്നു എന്നതാണ് നോക്കുന്നത്. അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ എന്തിലെല്ലാം കഴിയുമെന്നതും ഇവർ എന്തെല്ലാം ആവശ്യങ്ങളിൽ മുറുകെ പിടിക്കുന്നു എന്നതുമാണ്. അത്തരം വിഷയങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള വിട്ടുവീഴ്ചകളിലേക്ക് നീങ്ങിയാൽ മാത്രമേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ഒരു സമാധാനം പുലരുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകൂ. അല്ല എങ്കിൽ വീണ്ടും അതൊരു സമരമുഖമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവർക്കെതിരെ എടുത്തിട്ടുള്ള പോലീസ് കേസുകളുണ്ട്, ജാമ്യമില്ലാ വകുപ്പുകൾ ചിലതിനുണ്ട്. അതിനെല്ലാം ഏത് രീതിയിൽ സഭ ഇടപെടാൻ പോകുന്നു, അല്ലെങ്കിൽ ആ കേസുകൾ പിൻവലിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. പോലീസിനെ ആക്രമിച്ച കേസിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടികൾ അവരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ധാരണയുണ്ടാകും. പക്ഷെ അത് ഒറ്റ ചർച്ച കൊണ്ടാകില്ല എന്നത് ഉറപ്പാണ്. ഒരുപക്ഷെ ചർച്ചകളുടെ ഒരു തുടക്കമായിരിക്കാം ഇന്ന് സംഭവിക്കുന്നത്. ശ്രീജ, പ്രതീക്ഷയോടെ തന്നെ വിശ്വാസികളും അല്ലെങ്കിൽ വിമത പക്ഷത്ത് നിൽക്കുന്ന വൈദികരും എല്ലാം ഈ ചർച്ചകളെ കാണുന്നുണ്ട്. സംഘർഷരഹിതമായി തന്നെ ഒരു സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോകട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം.